ഹായ് ഹലോ അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഫ്രോക്കാണ് നമ്മളിന്ന് തയ്ച്ച് കാണിക്കുന്നത്. അതായത് കിഡ്സ് ഫ്രോക്ക്. അത് മാത്രമല്ല, ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പാർട്ടിയുടെ കുട്ടിയുടെ 90 അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫ്രോക്ക് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ഇത് തയ്ച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു സിമ്പിൾ ഫ്രോക്കാണ് നമ്മളിന്ന് തയ്ച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി നമ്മൾ 4 മടക്കിയിടുക. കണ്ട ആ ഒരു ഭാഗമൊന്നും കാണുന്നില്ല അല്ലേ? ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. അതായത് തുണി നമ്മൾ 4 മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തുണിയുടെ വീതി വരുന്നത് ഒരു 20 വീതി വരുന്നത്. നീളം വരുന്നത് ഒരു 26. അതായത് വീതി 20 നീളം 26 വീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ കാണാതെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് ഇപ്പോൾ ലാസ്റ്റ് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെയ്തത് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീതി, അതായത് 4 മടക്ക് നമ്മൾ മടക്കിയിട്ട്, അപ്പോൾ 4 ഇതായിട്ടാണ് നമ്മൾ, അതായത് ആദ്യം ഒരു മടക്ക് മടക്കി, പിന്നെ വീണ്ടും നമ്മൾ മടക്കി, അങ്ങനെ 4 മടക്ക്. നമ്മൾ ചുരിദാറിനൊക്കെ മടക്കി ഇടുന്ന പോലെ തന്നെ 4 മടക്കാക്കിയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് ഞാൻ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും ഈ ഭാഗത്തേക്ക് ഇതേപോലെ ഓപ്പൺ ഭാഗമാണ് വരുന്നത്. അങ്ങനെ 4 പീസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് 20 നീളം വരുന്നത് 26 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുണി ഇട്ട് നോക്കിയപ്പോൾ ലാസ്റ്റിലേക്ക് അത് കയറ്റിറക്കം വന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത് കത്രിക വെച്ചിട്ട് ഒപ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. അപ്പോൾ തുണി നമ്മൾ ഇതേപോലെ 4 മടക്കി ഇട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ? തുണി ഇട്ട ഭാഗം, ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്കും ഓപ്പൺ ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്കുമായിട്ടാണ് ഇട്ടിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കൈക്കുഴി, അതായത് കഴുത്തിനുള്ള ആ ഒരു ഭാഗം, അതായത് എല്ലാവരും അപ്പുറത്ത് ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നാണ് എടുക്കാറ്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് ഓപ്പൺ വരുന്ന ആ സൈഡിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ വീതി എടുത്തിട്ടുള്ളത് ഒരു 3, ഇറക്കം എടുത്തിട്ടുള്ള ഒരു 4.5 നമ്മൾ ഇറക്കം എടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തല്ല നമ്മൾ അടയാളപ്പെടുത്തുന്നത്, ഇപ്പുറത്ത് ഓപ്പൺ സൈഡ് വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാർ, നൈറ്റി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ചെയ്യുക. ഇതൊരു കിഡ്സ് ഫ്രോക്കാണ്, അതൊരു മോഡൽ ഫ്രോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ വരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ കഴുത്ത് വരച്ചിട്ടുള്ളത്. ഇനി നമ്മളവിടെ ഒരു കർവ്, കഴുത്ത് പോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഭാഗമാണ് കിട്ടുക. ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഈ ഒരു വീഡിയോസിൽ കാണുന്ന ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. കണ്ട 2 ഭാഗവും അപ്പുറവും ഇപ്പുറവും ഇതായിട്ടാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. കണ്ട അതിലിപ്പോൾ 2 ഭാഗം ഉണ്ട് കേട്ടോ. അതിൽ ഈ ഒരു ഭാഗം ഈ ഒരു മോഡലിലാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? നമുക്ക് ക്രോസ് പീസ് വേണം. ക്രോസ് പീസ് വെട്ടിയതിന് ശേഷം അത് നമ്മൾ ആ കൈയുടെ ആ ഭാഗത്ത് ക്രോസ് പീസ് വെച്ചടിച്ചിട്ട് മറിച്ചിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ച് അടിക്കുകയാണ് ചെയ്യണത്. ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ. അപ്പം ഞാൻ അടിക്കണമെന്നും ഞാൻ അതിൽ കാണിക്കണില്ല. നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക, 2 ഭാഗത്തും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടിക്കുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മറിച്ച് അടിക്കുക. അങ്ങനെ 2 കൈക്കും അങ്ങനെ വേണം. അപ്പോൾ ഞാനത്
ചെയ്തെടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 കൈയും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ട. അപ്പോൾ ഇതുപോലെ 2 കൈയും അടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ചീത്ത വശത്തേക്ക് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് അതിൻ്റെ വള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വള്ളി കടക്കാവുന്ന രീതിയിൽ നമ്മൾ അതിൽ കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ മടക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം, കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 വള്ളിയും കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വള്ളി കട്ട് ചെയ്തിരുന്നിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ 2 പീസ് സ്ട്രൈപ്പ് അതുപോലത്തെ വള്ളി ഉണ്ടാക്കാൻ വേണ്ടി 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് ഒരു 1.5 നീളം വരുന്നത് ഒരു 35 ആ ഒരു നീളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 2 പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒരു വള്ളിക്ക് അടിച്ചു കൊടുക്കണ പോലെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ആയിട്ട് മടക്കിയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, കണ്ട. ഇതുപോലെയാണ് നമുക്ക് വള്ളി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഒരു സൂചിപ്പിന്ന് ഇട്ടിട്ട് നമ്മളവിടെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ആ വള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വള്ളി ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളവിടെ ഒരു 90-ന് പോവാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കാണെങ്കിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും തുണികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഞാനൊന്ന് അടിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രസ്സ് അടിച്ച്, ഒരു ഫ്രോക്കും അടിച്ച്, പിന്നെ വേറൊരു സ്കേർട്ടും ടോപ്പുമാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും വീഡിയോസ് അടുത്തൊരു വീഡിയോസായിട്ട് ചെയ്യാം. അത് മാത്രമല്ല ഒരുപാട് പേര് കിഡ്സിൻ്റെ ഫ്രോക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോസ് ചെയ്യല്ലേ, അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ആക്കിയത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളിത് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാം. ഇപ്പം നമ്മൾ 2 വള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ട. ഇനി നമുക്കതിങ്ങനെ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെ നല്ലൊരു ചുളിവ് ആ ഒരു മോഡലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 2ൻ്റെയും സൈഡ് പൂട്ടി കൊടുക്കുക, അതുപോലെ തന്നെ അടിയിൽ മടക്കി അടിക്കുക. ഇത്രയും പണി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.